ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര ലയൺസ് ക്ലബിന്റെ ജനറൽ ബോഡി യോഗവും സോണൽ ചെയർപേഴ്സന്റെ ഔദ്യോഗിക സന്ദർശനവും ഫാമിലി ഗെറ്റ് ടുഗദറും സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സൺ ലയൺ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു സെൻസി വിസിറ്റ് എന്ന് പറയുന്നത് തികച്ചും അനിവാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഇന്നേ വരെ ഈ വായിച്ച എല്ലാ കാര്യത്തിലും എൻ്റെ എളിയ പരിമിതി വെച്ച്, എളിയ കഴിവ് വെച്ച് 100% ആത്മാർത്ഥ പ്രവർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 40-45 കൊല്ലത്തെ ഈ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്നേ വരെ ഒരു അവാർഡും എന്നെ തേടിയെത്തിയിട്ടില്ല, ഒരു അവാർഡും ഞാൻ വാങ്ങിയിട്ടുമില്ല. കാരണം എപ്പോഴും ഏത് സംഘടനയായാലും ഏത് സംഘടനയുടെ അധ്യക്ഷനായാലും പ്രതിപക്ഷമായിരുന്നു എൻ്റെ റോള്. ഒരു നല്ല പ്രതിപക്ഷത്തിരുന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യ ചോദിച്ച ചോദ്യം, സർവജ്ഞ പിടങ്ങിയ ശങ്കരൻ പോലും ചോദിച്ചത് ഞാൻ ആരാണെന്നാണ്. ഞാനും പലപ്പോഴും എന്നെ രാത്രി ചിലപ്പോൾ കിടക്കാൻ ചോദിക്കുന്നു, ഞാൻ ആരാണ്, എനിക്ക് തന്നെ അറിയുന്നില്ല. കാരണം എല്ലാ സ്ഥലങ്ങളിലും 10% വിതച്ചുകൊണ്ട് 100% ശത്രുക്കളെ നേടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് യാതൊരു ദുഃഖവും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ പ്രവൃത്തികളിൽ ഒരുപക്ഷെ 1000 പേർ അല്ലെങ്കിൽ 100 പേർ അപ്പുറത്തിരുന്നുകൊണ്ട് അത് തെറ്റാണെന്ന് പറയുമ്പോഴും എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് തുടർന്നു കൊണ്ടുപോകാൻ എൻ്റെ മനസ്സാക്ഷിയെ പ്രേരിപ്പിക്കുന്നു. എൻ്റെ ജീവിതയാത്രയിൽ ഏകദേശം 90% പിന്നിടുന്ന ഏകദേശം 60 വയസ്സ് കഴിഞ്ഞ ഈ വേളയിൽ ഒരിക്കൽ പോലും പിന്നോട്ട് നോക്കിക്കേണ്ടതോ പശ്ചാത്തപിക്കേണ്ട ഒരു കാര്യം എനിക്കുണ്ടായിട്ടില്ല. വിമർശനങ്ങൾ എന്നും എൻ്റെ കൂടെ പുറപ്പായിരുന്നു. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക ക്യാരക്ടറിൻ്റെ ഉടമസ്ഥ കൂടിയാണ്. ലയൺസ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് എന്നെക്കുറിച്ച് മാത്രമാണ്, എനിക്കിന്ന് എൻ്റേതായ ഒരു ദിവസമാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രതിപക്ഷത്തെ ഇരുന്നുകൊണ്ട് എൻ്റെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും, ഞാൻ പറയുന്നത് എൻ്റെ ഭാഗത്തിരിക്കുന്ന എല്ലാവരും വിമർശിച്ചാലും അത് ശരിയാണെന്ന് തോന്നി ഉറച്ചു നിൽക്കുന്ന ഒരു ജീവിതയാത്രയാണ് ഇതുവരെ പിന്നിട്ടുള്ളത്. എനിക്കറിയാം ഇനി മുന്നോട്ടുള്ള യാത്ര വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു പക്ഷേ ഏത് മനുഷ്യനും എന്നും കാത്തിരിക്കുന്ന പോലെ, പറയാൻ കഴിയാത്ത പോലെ, എന്ത് അടുത്ത നിമിഷം സംഭവിച്ചാലും ഒരിക്കലും എനിക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഈ ടേബിളിൽ നിൽക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുവോ അതാരെയും ബോധ്യപ്പെടുത്താതെ ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ 40-45 കൊല്ലത്തെ പൊതുജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ വായിച്ച എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ രാജഗോപാലേട്ടൻ വായിച്ച വരികളിലൊന്നും തന്നെ യാതൊരു അഭിമാനവും ഞാൻ കൊള്ളുന്നില്ല. എനിക്ക് അതിൽ അഭിമാനവും തോന്നിയിട്ടില്ല. മറിച്ച് ഏകദേശം ആൽഫ പാലിയേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി അധ്യക്ഷനായി എന്ന് പറയുന്നത് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ചേലക്കര ഹോട്ടൽ അരമന ഹാളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ക്ലബ്ബ് പറഞ്ഞതുപോലെ നമ്മൾ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എയ്ഡ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കുളത്തിൻ്റെ റിനോവേഷൻ സംബന്ധിച്ച് അവിടെ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിരുന്നു. ഒരു വീട് റിനോവേറ്റ് ചെയ്ത് കൊടുക്കുവാനുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അത് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഒരു ക്ലാസ് നമ്മൾ നടത്തി. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഡയറക്ടർ ബോർഡിൽ എടുത്ത തീരുമാനങ്ങൾ പ്രകാരം നമ്മൾ നടത്തിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ലബിന് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ ഗോപിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേലക്കരയുടെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒത്തിരി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒരു അഭിമാനമാണ്. അപ്പോൾ ആൽഫ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു പാലിയേറ്റീവ് യൂണിറ്റിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ മാധ്യമരംഗത്ത് അദ്ദേഹം ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ലീഡറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലയൺസ് ക്ലബിന്റെ ഒരു മുഖ്യ നേതാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. സോൺ ചെയർപേഴ്സൺ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ആവാനുള്ള ഒരു കടമ്പയാണ്. അപ്പോൾ സോൺ ചെയർമാനായ ഗവർണർ ആകാമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ മുഖ്യ ഉദാഹരണം. അപ്പോൾ വളരെ നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ
കാരണം രണ്ടാമത്തെ ടൈമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ലയൺസ് ക്ലബ് സെക്രട്ടറി ലയൺ CS ഡിക്സൺ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് അഡ്വൈസർ ലയൺ ഡോക്ടർ KC വർഗീസ്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺമാരായ ലയൺ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ, ലയൺ മനോജ് തോട്ടത്തിൽ, റീജിയണൽ ചെയർപേഴ്സൺ ലയൺ മത്തായി പാലക്കാട്ട്, ഡോക്ടർ വാസുദേവൻ വൈദ്യർ, പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ, ക്ലബ് ജോയിന്റ് സെക്രട്ടറി ലയൺ ശശികുമാർ, ലയൺ രാജഗോപാൽ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ലയൺസ് ക്ലബിൻ്റെ ചരിത്രം പറയാച്ചാൽ അത് ഗോപിചന്ദ്രത്തിൻ്റെ ചരിത്രമാണ്. കാരണം ഈ ക്ലബ്ബ് തുടങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ജോയിൻ ചെയ്യാൻ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ ചേരാൻ തയ്യാറായി വന്നപ്പോൾ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ക്ലബിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും പിന്നെ ബുദ്ധിമുട്ടുള്ള കാലത്തും ഇല്ലാത്ത സമയത്തും ഒക്കെ പുള്ളിയോട് കൈത്താൻ ഇതിനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ശക്തി കൊണ്ടാണ് ചില സമയത്തൊക്കെ വളരെ സംഭവിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോയാലും അതൊക്കെ പിടിച്ചു നിന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹം കുറേ സർവീസ് പ്രോജക്റ്റിൻ്റെ സംഘടനകളുടെയൊക്കെ പ്രസിഡൻറ്റും സെക്രട്ടറിയും എല്ലാമാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും പറയാവുന്നത് ലയൺസ് ക്ലബ് ചേലക്കര, അതേപോലെ പാലിയേറ്റീവ് കെയർ, പിന്നെ പ്രസ് ക്ലബ്ബ്, ഇതിൻ്റെയൊക്കെ രക്ഷാധികാരിയും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ എല്ലാ ഭാഗത്തും ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചേലക്കര ലയൺസ് ക്ലബിനെ സംബന്ധിച്ചോളം ഈ ഒരു വർഷത്തെ മറ്റൊരു അധ്യായം കൂടെ കഴിയുകയാണ് സോൺ ചെയർപേഴ്സൻ്റെ ഔദ്യോഗികമായ സന്ദർശനം എന്നുള്ളത്. ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിനം തന്നെയാണ് ഓരോ പ്രമുഖ വ്യക്തികളുടെയും ഡിസ്ട്രിക്ട് ചെയർമാൻമാർ, സോൺ ചെയർപേഴ്സൺ, റീജിയൻ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഗവർണർമാരുടെ വിസിറ്റുകൾ. ഇത് ചേലക്കര ലയൺസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള ഒരു വർഷം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്കൊരു റീജിയൻ ചെയർപേഴ്സണെ നമുക്ക് സമ്മാനിച്ചു, സോൺ ചെയർപേഴ്സണെയും നമുക്ക് ഒരു ക്ലബിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, പലപ്പോഴും സംഭവിക്കാറില്ല. പക്ഷേ എങ്കിലും ഈ ഒരു വർഷം നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ സോൺ ചെയർപേഴ്സണെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏകദേശം 5 ക്ലബ്ബുകൾ അദ്ദേഹം വളരെ ഭംഗിയായിക്കൊണ്ട് നമ്മുടെ ഈ ഒരു റീജിയനിൽ തന്നെ ഏറ്റവും നല്ല സോണായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിക്കൊണ്ട് അതിൻ്റെ പ്രൊജക്റ്റ് വർക്കുകളും അവരെ വേണ്ട വിധം ഗൈഡ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സോണൽ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലബ്ബുമായിട്ട് ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്ന് ക്ലബിൻ്റെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപഴകി ക്ലബിന് വേണ്ട ഡയറക്ഷൻസ് കൊടുത്ത് ക്ലബിനെ കൊണ്ടുവരത്തേണ്ട ആൾ തന്നെയാണ് സോണൽ ചെയർപേഴ്സൺ. റീജിയണൽ ചെയർപേഴ്സൺ അത്ര ഒരു എന്താ പറയുക നേരിട്ടുള്ള ഇടപഴകാനോ അതോറിറ്റിയോ ക്ലബിൻ്റെ മുകളിൽ ഇല്ല. സോണൽ ചെയർപേഴ്സണിനാണ് നേരിട്ടുള്ള അതിനുള്ള എല്ലാ ഇതുകളും. മാത്രമല്ല ഗോപിയേട്ടൻ നമ്മുടെ പിന്നെ എന്താ പറയുക പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയാണ്. അപ്പം ഗോപിയേട്ടൻ്റെ അർപ്പിതമായിട്ടുള്ള ഈ കർത്തവ്യങ്ങൾ മുഴുവൻ നമ്മുടെ ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ചേലക്കര ക്ലബ്ബ് മറ്റുള്ള ക്ലബ്ബുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷണമൊത്തൊരു ക്ലബ്ബാണ്. 10-8 പൊരുത്തവും തികഞ്ഞ ക്ലബ്ബാണ് നമ്മുടെ ക്ലബ്ബ്, ചേലക്കര ക്ലബ്ബ്. ഞാനത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലബിൻ്റെ പ്രധാന ക്ലബിൻ്റെ ലക്ഷണങ്ങൾ നല്ല ക്ലബിനെ നിശ്ചയിക്കുന്നത് 2, 3, 4 കാര്യങ്ങൾ വെച്ചാണ്. ഒന്ന്, അവർ ചെയ്യുന്ന സർവീസ് പ്രോജക്ട്സ്. ഇന്ന് നമ്മുടെ റീജിയനിൽ ചേലക്കര ക്ലബ്ബ് 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ് സർവീസ് പ്രോജക്ട്സ്. ഏറ്റവും നല്ല നിലയിൽ സർവീസ് പ്രോജക്റ്റുകൾ നടത്തി നമ്മുടെ ത്രിവണയിൽ തന്നെ അഭിമാനകരമായ നിലയിൽ ഒരു സ്ഥാനത്ത് ചേലക്കര ക്ലബ്ബ് നിൽക്കുന്നു. 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെമ്പർഷിപ്പാണ്. നമ്മുടെ ഒരു ജനറൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 10% വർധനവാണ്. പക്ഷേ നമ്മൾ അതിൽ മേലെ, അതായത് 7 പേരെ നമ്മൾ പുതുതായിട്ട് ചേർത്തു, ഇനിയും ചേർക്കാനായിട്ട് നമുക്ക് ആളുകൾ നിൽക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ആ ഒരു കാര്യത്തെ തന്നെ 10%-ലും മേലെ ഒരു സ്കോർ നമ്മൾ ഇപ്പം തന്നെ അച്ചീവ് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു പോയിന്റിൽ അങ്ങനെ
നമ്മുടെ ക്ലബ്ബ് 2ാം സ്ഥാനമായി എന്നൊക്കെ പറഞ്ഞു. 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള വഴി എന്താണെന്ന് ചിന്തിച്ച് അവിടേക്ക് എത്താനുള്ള മാർഗത്തെ പറ്റി ചിന്തിക്കൽ തന്നെയാവും ഏറ്റവും നല്ലത്. ഒന്നുമല്ല, ഒന്നായി തീരണം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് വരും എന്നല്ല, അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രോത്സാഹനവും എന്നിൽ നിന്നുണ്ടാവും എന്നുള്ളത് ഒരു സംശയമില്ല. റീജിയൻ ലെവൽ നമ്പർ 2 ആണെന്നാവും. അത് 1-2 വർഷം കൊണ്ട് തീർച്ചയായിട്ടും നമ്പർ 1 ആവും. പക്ഷെ മാത്രമല്ല, അതെനിക്ക് ഉറപ്പുണ്ട്, സംശയമില്ല അതിനെ പറ്റിയിട്ട്. പിന്നെ നമ്മുടെ സോൺ ലെവലിലുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിൽ പോകും. ഡിസ്ട്രിക്റ്റാണ് ഹയസ്റ്റ്, കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇന്ന് നമുക്കുള്ള ഈ പാണ്ഡവന്മാരിരിക്കുന്നുണ്ട് 5 പേര് പ്ലസ് ഒരാൾ കൂടി ഉണ്ട് ഇവിടെ. ഇവരുണ്ടായിരുന്ന കാലം നമ്മുടെ ലയൺസ് ക്ലബിന് റെസ്റ്റ് കിട്ടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ആക്റ്റീവാണ് എല്ലാവരും. ഇവർക്ക് 70 കഴിഞ്ഞ് കാണും, എനിക്ക് 80 കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവർക്ക് എത്ര ആക്റ്റീവാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എല്ലാവരും ആക്റ്റീവ്. ഈ തരത്തിൽ നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ മേ ബി 5-6 വർഷം എടുക്കാം, അതിലധികം എടുക്കാനും മതി, നിശ്ചയമായും എത്തും. ക്ലബ്ബ് പ്രൊജക്ടിന്റെ ഭാഗമായി ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. നമ്മുടെ ചേലക്കരയുടെ ലയൺസ് ക്ലബിന് പറ്റാവുന്ന രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ചടങ്ങിൽ കേരള കൗമുദിയുടെ അവാർഡ് നേടിയ ലയൺസ് ക്ലബ്ബ് സോണൽ ചെയർപേഴ്സണും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഗോപി ചക്കുന്നത്ത്, തെക്കൻ സ്റ്റാർ മീഡിയ അവാർഡിന് അർഹനായ സിനിമ ഡോക്യുമെന്ററി സംഗീത സംവിധായകൻ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ, തൃശൂർ ജില്ലയുടെ ഹൈക്ക് അവാർഡ് അർഹയായ കവിയും എഴുത്തുകാരിയുമായ ഷീന അഭിലാഷ് എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഡോക്ടർ പ്രേംകുമാർ, G മുരളീധരൻ, ശ്രീദീപ മുരളീധരൻ എന്നിവരുടെ കലാപരിപാടികൾ അരങ്ങേറി. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.